ഹലോ ഹായ് വെൽക്കം ടു ഓൾ. നമുക്കിപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ള ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തേക്കുള്ള ഗൈഡൻസ് എന്താണ്? ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോർഡ്സ്, ദ മൂൺ കാർഡ്, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ടാരോട്ട് കാർഡ്സ് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും, നിങ്ങൾക്കുള്ള ഗൈഡൻസ്? Five of Pentacles, the Tower card, Knight of Pentacles, Eight of Cups, Nine of Swords. Oh, the Devil card. ജഡ്ജ്മെന്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാർഡ്സിൽ എനിക്ക് ഒരു ഭൂരിഭാഗം കാർഡ്സും എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ടാണ് കണ്ടത്. ഞാൻ അത് ഫസ്റ്റ് തന്നെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കടന്നു പോവുക എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ സെൻട്രലായിട്ട്, അതായത് നടുവിലായിട്ട് വന്നിട്ടുള്ള കാർഡ് നോക്കുമ്പം എനിക്ക് വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡാണ്. സോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന പലരും ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അതായത് ഒരു സ്വന്തം സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ മിക്ക ആളുകളും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ടു ഓഫ് കപ്സും അതുപോലെ ഫൈവ് ഓഫ് പെൻഡക്കിളും ആണ് വന്നിട്ടുള്ളത്. നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം സ്നേഹബന്ധങ്ങൾ വന്നു ചേരും. പക്ഷേ അത് നിങ്ങളെ ചിലപ്പോൾ വളരെ ദാരിദ്ര്യത്തിലേക്കാക്കും. അതായത് ചില ആളുകൾ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ട് വരുന്നത് പല ആവശ്യങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം.
ഓക്കെ. നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് കരുതുന്ന മേ ബി നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്കും ഒരു അടുപ്പം തോന്നുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരും. പക്ഷെ ഓർത്ത് വെക്കുക, നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഓവറായിട്ട് അങ്ങോട്ട് കയറി ഇടപെടാനോ അല്ലെങ്കിൽ എന്താ പറയാ, ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ കയറി ഇടപെടാനോ കൊടുക്കുവാനോ ഒന്നും തന്നെ നിൽക്കരുത്. അത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്കാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എടുക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജീസ് ഉണ്ടാകും. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഡിവൈനുമായിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുമ്പം നിങ്ങളുടെ അവർ നെഗറ്റീവ് ആയിരിക്കാം. കാരണം എനിക്കിവിടെ ഭൂരിഭാഗവും നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ സ്നേഹബന്ധമുള്ള ആളുകളായിരിക്കാം, പക്ഷെ ആ പേഴ്സൺ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിക്കണമെന്നില്ല, പക്ഷെ അവരുടെ ലൈഫിൽ വളരെ മോശമായ സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അവരെടുത്തിട്ട് അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ സംസാരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം അവരുടെ കാര്യത്തിലാണെങ്കിലും ഇടപെടുക. ഇനി നിങ്ങൾക്ക് ഇടപെടണമെങ്കിലും ആവശ്യമുള്ളതിൽ മാത്രം, അല്ലാത്തതൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ആൻഡ് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള 9 ഓഫ് സോർട്സ് ആണ്, പിന്നെ ടവർ കാർഡും ആണ്. ഇതും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല കാര്യവും ഇന്ന് നടന്നേക്കാം. ഇതൊക്കെ നിങ്ങൾക്കൊരു ലിസൺ ആണ് എന്ന് വേണം പറയണമെങ്കിൽ. കാരണം ഇത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഇവിടെ 9 ഓഫ് സോർട്സിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡും നൈറ്റ് ഓഫ് പെൻഡക്കിളും ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാതെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സമയമാണ്, നിങ്ങൾക്കുള്ള റിസൾട്ട് ആണ്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡും വന്നിട്ടുണ്ട്. സഡൻ ആയിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ നിങ്ങളുടെ പല ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളും എൻഡ് ആയി പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ബ്രേക്കപ്പ് പോലെ. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ ഇവിടെ 5 ഓഫ് പെൻഡക്കിൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. നിങ്ങൾ പലതും ട്രൈ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകാൻ വേണ്ടിയിട്ട്, പക്ഷെ നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവില്ല. അതിന്റെ എല്ലാം റീസൺ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അതിനൊരു എൻഡ്, അതിന്റെ ഒരു തുടക്കം ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യും. അതായത് ഇപ്പം രാവിലെ മുതൽ ഒരു ഉച്ച വരെ നിങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുക, ഫിനാൻഷ്യലി ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും. മനസ്സിലാക്കുക, നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ പഠിക്കേണ്ട ലിസൺസ് ആണ്. ഓക്കെ. പിന്നെ വന്നിട്ടുള്ളത് 7 ഓഫ് സോർട്സും 8 ഓഫ് കപ്സും ആണ്. ഞാൻ പറഞ്ഞു, സ്നേഹബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നേക്കാം. അത് സ്നേഹമായിട്ടായിരിക്കാം, നിങ്ങൾക്ക് ഹീലായിട്ടായിരിക്കാം. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള പഴയ ബന്ധങ്ങളെ നിങ്ങൾ മീറ്റ് ചെയ്യും ഇന്നത്തെ ദിവസം. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചൊരു ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇവിടെ 9 ഓഫ് സോർട്സ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂൺ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഇന്നത്തെ ദിവസം കുറച്ച് ചേഞ്ചുകൾ ഉണ്ടാകും. അതായത് രാവിലെ നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആവും. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കുറച്ചൊന്ന് എനർജറ്റിക് ആവും. ദെൻ പിന്നെയും നിങ്ങൾ ഈ പല കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. മൂൺ കാർഡാണ്. നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാകും, പേടി ഉണ്ടാകും. പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ പല കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മറ്റാളുകളുടെ പ്രസൻസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അത് വെറും തോന്നൽ മാത്രമാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക്
ഉയർത്തെഴുന്നേൽക്കാവുന്നതാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ ഹെർമിറ്റ് കാർഡും അതുപോലെ ഹൈ പ്രീസ്റ്റസ് കാർഡ് ഇതാ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിലും എനിക്കിവിടെ ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ആൻസൈറ്റി വരുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പേടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ, ഇവിടെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഷാഡോ കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഷാഡോ സെൽഫാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രോമ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ അതിനെ ഹീൽ ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. സോ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം അത് ഹീൽ ചെയ്ത് ഇല്ലാതാക്കും. നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളെ പാസ്റ്റിനെ നമ്മൾ ഉള്ളിൽ ശേഖരിച്ച് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് പാസ്റ്റ് ആണ്, അതിനെ വിട്ടുകളയുക. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് മെമ്മറീസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സ്ട്രിക്കായിട്ട് നിൽക്കുകയാണ്. അതിനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങൾ ഉള്ളിൽ തന്നെ വെക്കേണ്ട കാര്യമില്ല, ഇത് പാസ്റ്റ് ആണ്, നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഈ ഒരു ഷാഡോസ് എല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചേഞ്ചുകളാണ്. രാവിലെ ഒരു കാര്യം, ഉച്ചയ്ക്ക് ഒരു കാര്യം, ഈവനിങ് ഒരു കാര്യം. നിങ്ങൾ തന്നെ ചേഞ്ച് വരുത്തുന്നു, നിങ്ങൾ തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു എനർജി ആയിരിക്കും. ഓർത്ത് വെക്കുക, പ്രസന്റിൽ ജീവിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ എനർജി എപ്പോഴും നമ്മൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മൂൺ കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പേടിയും ആൻസൈറ്റി, ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകും. ഓവർകം ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് ഓർത്ത് വെക്കുക, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്, അത് എടുത്തു കളയുക. ഓക്കെ, അപ്പൊ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.